എനിക്കൊരു ആക്സിഡന്റ് വന്നപ്പോൾ ഈ നെഞ്ചടിച്ചാ വീണത്. അപ്പം എന്തോ കുത്തിക്കൊണ്ടിട്ട് വന്ന പോലെ ഡോക്ടർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു. The Holy Spirit is also telling me പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് പറയുന്നു, lumps are getting disappeared. നമ്മുടെ ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമാകുകയാണ്. റോണക് ബ്രദർ പറഞ്ഞൊരു കാര്യം, ലംസ് ഡിസപ്പയർ ആകുമെന്ന് പറഞ്ഞു. മുഴ അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞു. അപ്പോഴ് ഒരു തടിപ്പ് പോലെ ഈ സിസ്റ്ററിന്റെ ബ്രസ്റ്റില് ഒരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ ചെന്ന് അത് കീറണമെന്നൊക്കെ പറഞ്ഞ സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാ. കുറച്ച് നേരത്തെ കാര്യമുള്ളൂ, പെട്ടെന്ന് അത് തീർക്കുമെന്ന് പറഞ്ഞ. പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ കൈ തൊട്ടോണ്ടിരിക്കുമ്പോൾ അലിഞ്ഞ് ആ തടിപ്പ് പോയി. സുന്ദരനേ, അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ, സുന്ദരനേ. ഇങ്ങനൊക്കെ ചെയ്ത് എങ്ങനെ വിളിക്കാതിരിക്കും? അതിശയനേ, മഹോന്നതനേ. എല്ലാരും ആ സ്ഥാനത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കാം. കമോൺ, യേശുവിനെ നോക്കി പാടിയേ. സുന്ദരനേ, അതിശയനേ, we love you Jesus, മഹോന്നതനേ, എൻ പ്രിയനേ. അങ്ങനെ മുഴയുണ്ടായിരുന്നു. കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പൊ എനിക്കൊരു ആക്സിഡന്റ് വന്നപ്പോ ഈ നെഞ്ചടിച്ചാ വീണത്. അപ്പം എന്തോ കുത്തിക്കൊണ്ടിട്ട് വന്ന പോലെ ഡോക്ടർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് തടിപ്പ് പോലെ ഉണ്ട്, കുറച്ച് നേരം അഡ്മിറ്റ് ആവുമൊന്നും വേണ്ട. അപ്പൊ ഞാൻ പക്ഷേ എനിക്ക് തൊടുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ആ പറഞ്ഞതെല്ലാം ഇവിടെ പറഞ്ഞു. ഞാൻ അന്നേരം ഇത് എല്ലാ ആഴ്ചയിലും വരുമ്പോൾ പ്രാർത്ഥിക്കും. എന്നാൽ ഇന്ന് അത് എടുത്തു പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അപ്പൊ ഇങ്ങനെ ഞാൻ തൊട്ട് നോക്കുമായിരുന്നു, അകത്തോട്ട് ഇങ്ങനെ മുള്ളു പോലെ വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അലിഞ്ഞു പോകുന്ന പോലെ തോന്നിയോ? അതിന്റെ കൈയുടെ അകത്ത് സ്തോത്രം, ഇവിടെ കല്ല് പോലെ ഇരിക്കുമായിരുന്നു. അതങ്ങ് മാറിപ്പോകുന്നത് ഞാൻ വിശ്വസിച്ചു. അത് അലിഞ്ഞു പോയെന്ന്. ഇതാർക്കാ ചെയ്യാൻ പറ്റുന്ന? ചെയ്ത ആടെ പേരൊന്ന് വിളിച്ചു പറയാവോ? In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. The Holy Spirit is also telling me പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് പറയുന്നു, lumps are getting disappeared. നമ്മുടെ ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമാകുകയാണ്. It is causing a fear in your heart. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭയം ജനിപ്പിച്ചിരിക്കുക. That lump is creating a fear in your heart. ആ ശരീരത്തിൽ ഇരിക്കുന്ന ആ മുഴ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരം വെച്ചിരിക്കുക. You have decided to go to a doctor, but right now you are being healed in the name of Jesus. നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുക. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let the people go free. ഇപ്പോൾ ജനം വിടുതൽ സ്വാതന്ത്ര്യത്തോടെ പോട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let healing take place. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ. Let mental healing take place. മാനസിക സൗഖ്യങ്ങൾ നടക്കട്ടെ. In the name of Jesus, physical healing take place. യേശുവിന്റെ നാമത്തിൽ ശാരീരിക സൗഖ്യങ്ങൾ നടക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Even at homes. വീടുകളിൽ പോലും. Even at homes. ഭവനങ്ങളിൽ പോലും. Let the power, the healing touch of God touch and heal everyone who is asking in faith. വിശ്വാസത്തോടെ ചോദിക്കുന്ന മുഴുവൻ വ്യക്തികളുടെ ജീവിതത്തിന്മേലും ഇപ്പോൾ തന്നെ ഒരു സൗഖ്യം ഭവനങ്ങളിൽ പോലും സംഭവിക്കട്ടെ. In Jesus name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen.